ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. 12 വർഷം അല്ലേ ഏട്ടാ? 12 വർഷം പോയതറിഞ്ഞില്ല. രാവിലെ നല്ല തിരക്കായിരുന്നു. കൊച്ചിന്റെ സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പൂർണ്ണത്രയീശന്റെ അമ്പലത്തിലൊന്നും ഓടിപ്പോയി. നമ്മള് ചോറ്റാനിക്കരയ്ക്ക് പോവാ അല്ലേ ഏട്ടാ? ചുമ്മാ രാവിലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, രാവിലെ കുറച്ച് അമ്പല ദർശനം ആകാന്ന് വെച്ചു അല്ലേ? വാർഷിക പരിപാടികൾ, വാർഷിക പൊതുയോഗം. മഴയൊന്നുമില്ല, രാവിലെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, അത് മാറി. പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ സമയത്ത് അന്ന് എന്ത് മഴയായിരുന്നു അറിയോ? അന്നാ ശരിക്കും ഭയങ്കര മഴ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. മെയില് തുടങ്ങിയ മഴയാണ് നല്ല ഏറ്റവും കൂടുതൽ മഴ അന്ന് ആ സമയത്തൊക്കെ അല്ലേ? ഭയങ്കര മഴയായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഞങ്ങള് ജൂൺ 20 ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വെഡിങ്. ഇന്നൊരു ജൂൺ 20. 2025 ജൂൺ 20. 2013 ജൂൺ 20 ആയിരുന്നു കല്യാണം. തുടക്കം മഹാകല്യം അങ്ങനെയാണി തന്തുനാന പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇതുവരെ ദൈവം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ഇനി അങ്ങനെ ആവട്ടെ അല്ലേ? പിന്നെ പകുതി നമ്മൾ തന്നെയാവും അല്ലേ? പകുതിയല്ല, പകുതിക്ക് മേളിലും പിണക്കത്തിനും എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇണങ്ങാം. പിണക്കമില്ലെന്നൊന്നും അല്ല കേട്ടോ, പിണക്കവും വഴക്കും ഒക്കെ ഉണ്ടാവണം, എന്നാലും ഒരു രസമുള്ളൂ അല്ലേ? ചെറിയ പിണക്കമൊക്കെ വന്നിട്ട് പിന്നെ കൂട്ടുകൊടുക്കുന്ന രസമാണ്. അതെ, അതിനുള്ള ഇണക്കത്തിന് ഭയങ്കര രസം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് ആഘോഷിക്കുക, അതൊരു ഭയങ്കര സന്തോഷമല്ലേ? ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ ഒത്തിരി മെമ്മറീസ് ഉള്ള ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നല്ലേ, എല്ലാരെ കൊണ്ടാവുന്ന പോലെ. അതെ, ഓരോ രീതിക്ക് നമുക്ക് എങ്ങനെ സന്തോഷം കിട്ടുന്നോ അതുപോലെ. ചിലർക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും അല്ലേ? ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റുന്ന പോലൊക്കെ എല്ലാരും ചെയ്യാം. അപ്പൊ നമുക്ക് അമ്പലത്തിൽ കയറാം. ഞങ്ങള് ചോറ്റാനിക്കര എത്തി കേട്ടോ. അമ്പലമുത്തിയോ? അമ്പലത്തിന്ന് അങ്ങനെ നമ്മള് ഇവിടെ ചോറ്റാനിക്കര കല്യാണ മണ്ഡപത്തിന്റെ അടുത്തായിട്ട് ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെ വന്ന് പാർക്ക് ചെയ്തു. അകത്തോട്ടിനി ഫോൺ കയറ്റാൻ പറ്റത്തില്ലല്ലോ, വെള്ളിയാഴ്ചയാണ്. ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിനായി ഓരോരുത്തരൊക്കെ അവിടെ ഒരുങ്ങി. കല്യാണത്തിന് പറയൊക്കെ റെഡി വെച്ചേക്കുന്നുണ്ടോ? കണ്ടോ? കാണിച്ചേ. ഇതാണ് കല്യാണ മണ്ഡപം. കണ്ടോ? അതുകൊണ്ട് അതിൽ പറയും നിലവിളക്കും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, കല്യാണം കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപ്പാട് അടിക്കാനല്ല, നമുക്കെന്നാ പോയി തൊഴുതിട്ട് വന്നാലോ? തൊഴുതിട്ട് വരാവേ. നന്നായിട്ട് തൊഴുതു. ഞങ്ങൾ 2 പ്രാവശ്യം കയറി തൊഴുതു. വലിയ തിരക്കുണ്ടായിരുന്നില്ല അല്ലേ? അതെ, തിരക്കുണ്ടായിരുന്നു. ആദ്യം ഒന്ന് മേളിൽ തൊഴുതു, അത് കഴിഞ്ഞ് കീഴ്ക്കാവ് പോയി തൊഴുതു, തിരിച്ച് കയറി വന്നു, എല്ലായിടത്തും തൊഴുതു, പിന്നെയും മോളിൽ ഒന്നുകൂടെ കയറി തൊഴുതു കേട്ടോ. നല്ലപോലെ തൊഴാൻ പറ്റി. വെള്ളിയാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും അല്ലേ? 2 കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വയസ്സായ അച്ഛന്റെ അമ്മയുടെ കല്യാണം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു പ്രായമായ ഒരു അച്ഛന്റെ അമ്മയുടെ കല്യാണം. മൊബൈൽ ക്യാമറ ഒന്നും ഉപയോഗിക്കരുത്. മറ്റേ കല്യാണത്തിലുള്ളവരൊക്കെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാ പൈസ ഒക്കെ അടയ്ക്കണത്. 2 കല്യാണം കണ്ടു. ഇനി നമുക്ക് കാപ്പി കുടിക്കാം അല്ലേ? കാപ്പി കുടിക്കണം. നല്ല വിശക്കാൻ തുടങ്ങി. സമയം മഴയുണ്ട് കേട്ടോ. മഴയില്ലെന്നുള്ള സങ്കടം തീർന്നു. വലിയ മഴയല്ല, ചെറിയ ചാറ്റ മഴ. പിന്നെ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ പത്തൽ പോലെ ഇട്ടേക്കും കേട്ടോ. അതുകൊണ്ട് നനയല, നമുക്ക് എല്ലായിടത്തും പോയി തൊഴുത്തിട്ട് വരാം ഈസി ആയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും ഇഷ്ടം ഈ മഴയത്ത് യാത്ര ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ മഴയത്ത് യാത്ര ചെയ്യാൻ? ഇതുവരെ ഒരു ഹോട്ടലിൽ കണ്ടില്ലല്ലോ. പട്ടിണിയാണ് വെഡിങ് ആനിവേഴ്സറി. വേറെ ഒന്നുമല്ല കേട്ടോ, വണ്ടിയെ കയറി കഴിച്ചപ്പോ തൊട്ട് പെയ്യാൻ തുടങ്ങി മഴ. വെഡിങ്ങിന്റെ അന്നത്തെ പോലെ തന്നെ ഇന്നും പട്ടിണി. കല്യാണത്തിന്റെ അന്ന് പൊതുവെ എല്ലാവരും പട്ടിണിയായിരിക്കുമല്ലോ. പക്ഷെ ഞങ്ങൾ അന്ന് സദ്യ കഴിച്ചില്ല കേട്ടോ. സദ്യ കഴിച്ചോന്ന് ചോദിച്ചാൽ ഇറങ്ങാൻ സമയമായി. നല്ല പോലെ ഫാമിലി ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലേ? ഇന്നത്തെ പോലെ അല്ലല്ലോ. അത് ഇത്ര മണിക്ക് അവിടുന്ന് ഇറങ്ങണം, ഇത്ര മണിക്ക് അവിടെ കയറണം, ഇത്ര മണിക്ക് മുമ്പേ ഇറങ്ങണം, ഇത്ര മണിക്ക് മുമ്പ് അവിടെ കയറണം.
അങ്ങനെയൊക്കെ ഭയങ്കര ഇപ്പോഴും അങ്ങനെയൊക്കെ ചടങ്ങുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ ഉണ്ടായിരിക്കും. ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഫോട്ടോയും വീഡിയോയ്ക്കും ഒക്കെ പ്രാധാന്യം ഉണ്ടല്ലോ. അന്നൊക്കെ അത്ര ചടങ്ങുകൾ കൂടുതലുണ്ടല്ലോ. അത് തന്നെയല്ല, അത് ഫോട്ടോ എടുത്തിരിക്കും. എന്ത് കാണിച്ചപ്പോടെ വീഡിയോഗ്രാഫേഴ്സ് അവര് അത് ചെയ്യൂലോ. എത്രയാന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്ത് അത്രയല്ലല്ലോ, അത്രയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തിരിച്ച് തൃപ്പൂണിത്തുറ തന്നെ വന്നു കേട്ടോ. തൃപ്പൂണിത്തുറ ഗാന്ധി സ്ക്വയർ. അതെ, ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്, ഒരു കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞ കുഞ്ഞു കട. എപ്പോഴും നല്ല തിരക്കാ, പക്ഷെ നല്ല ഫുഡ് കേട്ടോ. രാവിലെ നല്ല പുട്ടും പപ്പടവും കടലക്കറി മുട്ടക്കറി ഒക്കെ ആയിട്ട്. എല്ലാം കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോ ഒരു ചായ കുടിക്കണമെന്നാണ്. സൂപ്പർ ചായ ഉണ്ട്, അതെപ്പോഴും ഉള്ളതാണ്. കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ചായ കൂടെ കുടിച്ചാലോ. നല്ല ചായ കേട്ടോ ഇവിടെ, നല്ല അടിച്ച ചായ. പിന്നെ ഞാനിവിടെ ചായ കുടിക്കാൻ വരുന്നതിൻ്റെ പ്രത്യേക ഒരു ഉദ്ദേശവും കൂടെ ഉണ്ട്. കുടിച്ച് കഴിയുമ്പോൾ വേറെ സാധനം ചെറുമട്ടായി വേണോ? വേണോ? കഠിനമാണോ? ഞാനും ചിങ്കു ആണെന്നുണ്ടെങ്കിൽ മുട്ടായി അലിപ്പിച്ച് കഴിക്കും. നമ്മള് മിക്സിക്കകത്ത് അടിക്കുന്നല്ലോ. സ്കൂൾ സമയമൊക്കെ ഓർമ്മ വരും ഇത് കാണുമ്പോ. അല്ലേട്ടാ? മക്രോണി അല്ലേ? ഞാൻ ചെറുമട്ടായി എന്ന് പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനത്ര നല്ലതൊന്നും അല്ല, എന്നാലും ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ജീവിതമല്ലേ ഉള്ളൂ അല്ലേ? അതെ, ഇന്ന് മധുരം കഴിക്കാം. അങ്ങനെ നമ്മൾ വീടെത്തി. വീട്ടിൽ കയറാം അല്ലേ? അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഏട്ടൻ കയറി ഡോറ് തുറക്കാനായിട്ട് അങ്ങ് പോയി. പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ചിങ്കു വന്നു കഴിയുമ്പം ഒന്ന് കടയിൽ പോകണം. ഏട്ടൻ ഒരു ഷർട്ട് വാങ്ങിക്കണം. പറഞ്ഞാൽ എടുക്കാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആയിരുന്നു, അന്നേരം എടുത്തു. അത് മതി എന്ന് പറയും. ചിങ്കു വന്നു കഴിയുമ്പോൾ സർപ്രൈസ് ആയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കടയിൽ ചെന്ന് കഴിഞ്ഞ് അതിന് മുമ്പ് ചെന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴി അവിടെ എത്തുമ്പം നൈസായിട്ട് കടയിൽ നമുക്ക് കയറ്റാം. അങ്ങനെ ഉച്ചയ്ക്ക് 2:30 നമ്മൾ ചിങ്കൂര് വിളിക്കാൻ പോവുക. ഇനി അവളെ വിളിച്ചിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ. ഏട്ടാ അവക്ക് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് കൊച്ചിന്. എന്നാലും ആ 1 മണിയാകുമ്പോ കഴിക്കുന്നതല്ലേ, എല്ലാവർക്കും കൂടെ. അതെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് പുറത്തൊന്നും മതി, വെഡിങ് ആനിവേഴ്സറിയുടെ ചെലവാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവള് ചിന്മയില, തൃപ്പൂണിത്തുറ ചിന്മയിലാട്ടോ അവള് പഠിക്കുന്നേ. വിളിക്കാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ല കാലാവസ്ഥ അല്ലേ, തെളിവ്. അങ്ങനെ നമ്മൾ സ്കൂളില് എത്തി. ഇവിടെ കളിയായിരിക്കും, ഞങ്ങള് ലേറ്റായിട്ട് വരുന്ന പുള്ളിക്ക് ഇഷ്ടം. കൂട്ടുകാർ ഇവിടെ കളിക്കാലോ. ഇവിടെ എവിടെയും കാണേണ്ടതാണ്. ചിങ്കു എത്തിയിരിക്കുകയാണ്. എന്നാ ചിങ്കു വിശേഷം? ഒന്നും കളി. എന്താ കഴിക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ടം. ഏട്ടൻ ഞങ്ങളെ നിന്നും അടുത്തിട്ട് പുള്ളി പറഞ്ഞു ഇതിൽ ഞെക്കിയാ മതി, നിങ്ങളുടെ തീരുമാനമായി കഴിയുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. പുള്ളി കുറച്ചേരം ഇവിടെ നിന്നു തീരുമാനമായോ. ഇല്ലെന്ന് പത്തിരി ഞെക്കിയാ മതി. ഇത് വെള്ളത്തിനുള്ളത്, വെള്ളം കിട്ടാൻ വേണ്ടി. ഇത് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി. ഇത് ബില്ലിന് വേണ്ടി. മന്തി കഴിക്കാം. ജ്യൂസ് വന്നു, ഏട്ടൻ്റെ ജ്യൂസ് വന്നു. ചിങ്കൂര് മാത്രം ജ്യൂസ് ഒന്നും വേണ്ട അല്ലേ? അങ്ങനെ നമ്മള് കഴിച്ച് ഇറങ്ങി. ഏട്ടാ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. അല്ല അതല്ല, പോവാം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ഒരു കാര്യം പറയാം. വഴക്ക് പറയാനെന്ന് ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാ. വഴക്ക് പറയാനെന്ന് പ്രോമിസ് ചെയ്യാം. പറഞ്ഞിട്ടുള്ളല്ലേ? അല്ല എന്നാലും എന്തോ പക്കിടിയൊന്നുമല്ല, ചെറിയ കാര്യം അല്ലേ ചിങ്കു? നിങ്ങളെ ചെറുതല്ലേ, എനിക്കറിയാം. എന്താ ചെറിയ കാര്യമാ പറഞ്ഞു? ചെറിയ കാര്യം പറഞ്ഞു. നമുക്കേ ഷർട്ട് എടുത്താലോ? നിനക്കാണോ? എനിക്കല്ല, ഏട്ടന്. ആനിവേഴ്സറിക്കല്ലേ, ഞങ്ങളുടെ വക അല്ലേ ചിങ്കു?
ഈ 2 ആഴ്ച മുന്നേ അല്ലായിരുന്നു ഷർട്ടിന്റെ ബർത്ത്ഡേക്ക്. ഇത് ബർത്ത്ഡേ, ഇത് ആനിവേഴ്സറി ഷർട്ട്. അത് ബർത്ത്ഡേ ഷർട്ട്, ഇത് ആനിവേഴ്സറി ഷർട്ട്. അത് ഇവിടെ ജസ്റ്റ് വഴക്ക് പറയത്തില്ല. ഇന്ന് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണോന്നാ. ഭയങ്കര ആഗ്രഹമായി പോയല്ലോ. ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, ചെറിയ ആഗ്രഹം അല്ലേ യുങ്കു? വണ്ടി വിടെ പോട്ടെ. ഇല്ല തിരിയൂല. നേരെ പോട്ടെ. രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നല്ല രസമുണ്ട്. സൂപ്പർ. അങ്ങനെ നമ്മള് ഷർട്ടൊക്കെ എടുത്ത് ഇറങ്ങി. ഇനി ചിമ്പുവിനൊരു റെക്കോർഡിംഗ് ഉണ്ട്, വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് 5:30 ആകുമ്പോൾ അതിന് പോകണം. അങ്ങനെ നമ്മൾ റെക്കോർഡിങ്ങിന് പോകാൻ ഇറങ്ങി. സമയം 5:30 കേട്ടോ. ഒരാൾ പുതിയ ഷർട്ടൊക്കെ ഇട്ടവിടെ നിൽപ്പുണ്ട്. അപ്പൊ പോയിട്ട് വരാം അല്ലേ ചിങ്കുമ്മ? അങ്ങനെ നമ്മൾ ചിങ്കുവിന്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. 11:30 സമയമായി. മഴയുണ്ട്. അടുത്തോ ചിക്കു? ഇടയ്ക്ക് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. എവിടുന്നായിരുന്നു? ആരുടെ ചിങ്കു പാടിയത്? ഡബ്സിയുടെ ടീമാണ് MHR എന്ന് പറഞ്ഞത്. മറ്റേ ഇപ്പൊ മറ്റേ മുന്തിരിച്ചാറൊക്കെ ഇറക്കിയേക്കുന്ന. നമുക്ക് അതിനകത്ത് 2 ക്ലിപ്പിങ്സ് കാണിക്കാം കേട്ടോ. സ്റ്റുഡിയോ നിൽക്കുന്നത് നമുക്ക് ആ വീഡിയോ, ഓഡിയോ കട്ട് ചെയ്തിട്ട് ആ വീഡിയോ കാണിക്കാം. അവര് പാടിക്കൊണ്ട് നിൽക്കുന്ന കാണിക്കാം. അപ്പൊ അങ്ങനെ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു അല്ലേ ഏട്ടാ? ഇങ്ങനെ ഒരു എത്ര വർഷം, ഒരു 100 വർഷം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതെ അല്ലേ ചിങ്കുമ്മ? അപ്പൊ അല്ലെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ടാറ്റ. Ta-da!